ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മെയിലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ചെയ്തത് വേറെ ആരുമല്ല, ഷഫീന ചേച്ചിയാണ്. എന്തിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കണ്ടൻറ്റും എൻ്റെ ലൈഫും എല്ലാം എടുത്തുകൊണ്ട് പോയി ചേച്ചി വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ചേച്ചിക്ക് ആരുടെ വേണോ റിയാക്ഷൻ വീഡിയോ ചെയ്യാം, അവരവരുടെ ലൈഫ് എടുത്ത് വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മിസ്ലീഡിങ് ഇൻഫർമേഷനായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ തിരിച്ച് പ്രതികരിച്ചത്. അതിന് മാത്രമാണ് പ്രതികരിച്ചത്. സിബിൻ ഇട്ട ഇൻ്റർവ്യൂവിനോ ഒന്നുമല്ല ഞാൻ പ്രതികരിച്ചത്. ചേച്ചി എൻ്റെ ലൈഫിൽ നടന്നു, അതാണ് ഇതാണ് അങ്ങനെയാണ് ആനയാണ് ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അങ്ങനെയല്ല, എൻ്റെ ലൈഫിൽ ഇതാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാഞ്ഞിട്ടാണ് എവിഡൻസ് വെച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, 2.5-3 മണിക്കൂർ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? അതിൽ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ്. ഞാനത് ചേച്ചീനെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി അത് കേട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ചെയ്തു, എന്നോട് മാത്രം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ചെയ്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രിഗർ ആയതും ഞാൻ ആ ഒരു വീഡിയോ. പിന്നെ അത് മാത്രമല്ല, കമൻറ്റിൻ്റെയൊക്കെ താഴെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ അല്ല അങ്ങനെയല്ല എന്ന്. അപ്പോൾ അതിന് നീ ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ എടുത്തോണ്ട് വാ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ വളർന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ആ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാലും എൻ്റെ ലൈഫിൽ നടന്ന യാഥാർത്ഥികമായ കാര്യങ്ങൾ അതെന്തായാലും ആർക്കും മായ്ക്കാൻ പറ്റില്ല. ഓക്കെ ചേച്ചി.